ഹലോ ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വിളവെടുപ്പാണ്. അപ്പോൾ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാം. ഇത് സീതപ്പഴം, അപ്പോൾ ഇതിൻ്റെയും കുറച്ച് വിളഞ്ഞ് നിൽപ്പുണ്ട്. ഇതിന് ആത്തിച്ചക്ക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കായൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോയി കറുത്ത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. നമുക്ക് വിളഞ്ഞ് നോക്കി പറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് വിളഞ്ഞത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ തോനെ നിൽപ്പുണ്ട്, പക്ഷെ അതൊന്നും വിളഞ്ഞിട്ടില്ല. ഇതെല്ലാം പഴുപ്പിക്കാൻ വെച്ച് 2 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പഴുത്ത് കിട്ടും. ഇത് നല്ല മധുരമാണ് ഇത് പഴുത്ത് കഴിയുമ്പോൾ. നമുക്ക് കുറച്ച് പപ്പായ മരം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലിപ്പോൾ ഒരു പപ്പായ വിളഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ കപ്പയ്ക്ക് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കപ്പയ്ക്ക് എന്നാണ് പറയുന്നത്. ഇത് വളരെ കുഞ്ഞിലേ തന്നെ കാച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നാടൻ കപ്പയ്ക്കാണ്. അപ്പം നമുക്കിത് പറിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പഴുത്ത കപ്പയ്ക്കാണ്. തറയെ വീണ് കഴിഞ്ഞാൽ ചിലപ്പം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല കളറുണ്ട്. പക്ഷെ ഇത് കട്ട് ചെയ്യുമ്പോൾ മഞ്ഞ കളർ തന്നെ ആയിരിക്കും. വലിയ നിറമൊന്നുമില്ല, പക്ഷെ നല്ല മധുരമായിരിക്കും. അപ്പം നമ്മുടെ പച്ചവളവും കുറച്ച് വിളഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ കുറച്ച് പറിച്ചെടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ 2 സൈസിലുള്ള മുളകാണ്. ഒന്ന് നീല നിറത്തിലുള്ള മുളകും ഒന്ന് പച്ച നിറത്തിലുള്ള മുളകും. മഴയൊക്കെ പെയ്തതുകൊണ്ട് കുറച്ച് മുളക് കുറവാണ്. എന്നാലും നല്ല രീതിയിൽ വിളഞ്ഞ് നിൽപ്പുണ്ട്. നമുക്കപ്പം കുറച്ച് മുളക് പറിച്ചെടുക്കാം. ഈ മുളക് മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ല മണമാണ് കേട്ടോ. നല്ല മണമുള്ള മുളകാണ്. എനിക്ക് ഈ മുളക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഈ മുളക് നട്ട് വളർത്തുന്നത്.
ഈ മുളകിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. നീലമുളക് വിളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇതാ ഈ നിറത്തിലോട്ടാവും. ആദ്യം പിടിച്ചു വരുമ്പോൾ നല്ല നീല കളറായിരിക്കും. അപ്പോൾ മുളക് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോവയ്ക്കുണ്ട്, അതും കൂടെ പോയി പറിച്ചെടുക്കാം. കോവയ്ക്കയുടെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക എല്ലാ ആഴ്ചയിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് കറി വയ്ക്കാൻ വേണ്ടി 2 ദിവസത്തേക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്കിത് പറിച്ചെടുക്കാം. ഇതിപ്പം പടർന്നു വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇത് പടർന്നു വരും. ഇത് നാടൻ കോവയ്ക്കയാണ്, കാട്ടുകോവൽ. അതുകൊണ്ട് ഇതിന് നീളം കുറവാണ്, എന്നാലും അത്യാവശ്യം നീളമുണ്ട്. എൻ്റെ ഈ കുഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഇങ്ങനെ ഈ ചെറിയ കോവൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ഇതിന് പറിച്ച് കഴിക്കാറുണ്ട്, ഇങ്ങനെ വിളയാത്ത കോവൽ. ഈ കോവലിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് എല്ലാ പൂവും തന്നെ കായായിട്ട് മാറും. ഒരു പൂ പോലും കൊഴിഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇഷ്ടം പോലെ കാ കാണും പറിച്ചെടുക്കാനായിട്ട്. ഇതുണ്ട് എറുമ്പിൻ്റെ കൂട്. നല്ല രീതിയിൽ ഇത് കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കോവലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് കൂട് കൂട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ട ഇത്ര ആയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇത്രയും വലുതായിട്ടുണ്ട്. ഇനി ഇത് 2-3 ദിവസം കൂടെ എടുക്കുമ്പോൾ വിരിയുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് വിരിഞ്ഞ് കായാവുമ്പോഴത്തേക്കും ഞാനൊരു വീഡിയോ ഇടാം.
പച്ചമുളക് ഇനിയും നിൽപ്പുണ്ട്, ഞാൻ കുറച്ചേ പറിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയാണ്. അപ്പോൾ പച്ചമുളക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ആത്തിക്ക 1 2 3 4 5 6 7 8 10 ആത്തിക്കായും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിളവെടുപ്പ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.